വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. കം ഓൺ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് 3 ടൈപ്സ് ഓഫ് ഗ്ലൂ ആണ്. ഇത് രണ്ടും നിങ്ങൾക്കറിയാലോ, പേപ്പേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് ഫ്ലെക്സ് ക്വിക്ക് ആണ്. ഇത് കാർഡ്ബോർഡും ഫോം ബോർഡും ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ആക്സോ ബ്ലേഡ്. ഈ ഫോം ബോർഡൊക്കെ വൃത്തിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സോ ബ്ലേഡ് യൂസ് ചെയ്യും. പിന്നെ ഇതാണ് ഫോം ബോർഡ്. ഈ ഫോം ബോർഡ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ കാർഡ്ബോർഡിൻ്റെ ആവശ്യം നമുക്ക് ഒട്ടും ഉണ്ടാവില്ല. ഇത് അത്രയും ഈസി ആയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് വരും. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. എൻ്റെ അടുത്ത് 2 ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ട്, പിന്നെ ഇത്രയുള്ള ഒരു സെലോ ടാപ്പും ഉണ്ട്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഇത് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ആണ്. ചിലത് മാത്രം വാങ്ങിച്ചത് കവായ് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇത് വാഷി ടാപ്പാണ്. ഈ വാഷി ടാപ്പിനെ കൊണ്ട് ഞാൻ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ വാഷി ടാപ്പിനെ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. പിന്നെ ഉള്ളത് കുറച്ച് A4 ഷീറ്റ്സ് ആണ്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അതിൽ ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെയുള്ള വൈറ്റ്നറാണ്. ഈ വൈറ്റ്നർ ഞാൻ തെറ്റ് തീർത്താൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഉള്ളത് കുറച്ച് ബ്രഷ് പെൻസ് ആണ്. കുറേ ബ്രഷ് പെൻസ് ഉണ്ട്, പക്ഷേ എല്ലാം വീഡിയോയിൽ കാണിക്കുന്നില്ലാന്നേ ഇല്ലൂ. 3 സംഭവങ്ങൾ കാണിക്കാൻ വിട്ടുപോയി. ഇത് ഫെവിക്രിലിൻ്റെ ആർട്ടി കളേഴ്സ്, പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലറ്റ്, പിന്നെ ഇത് ഡോംസിൻ്റെ ബ്രഷസ്, പിന്നെ ത്രെഡ്സ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ. കണ്ടോ, എനിക്ക് എംബ്രോയ്ഡറി ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഞാൻ സാധാ ക്രാഫ്റ്റിനും യൂസ് ചെയ്യാറുണ്ട്. ഇത് ഹൈലൈറ്റർ ആണ്. ഞാനിത് ഹൈലൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത് മറ്റേ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും. പിന്നെ ഉള്ളത് ഈ സംഭവം എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ്. ടാബ്ലറ്റിൻ്റെ കവേഴ്സാണ്. ഇതിനെ കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പുതുതായിട്ട് വാങ്ങിയ കളേഴ്സാണ്, പക്ഷെ ഞാൻ കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് മാർക്കറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഷാർപ്നറാണ്, ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. പിന്നെ ഇത് ഡോംസിൻ്റെ കളേഴ്സാണ്. നല്ല കളേഴ്സാണ്, ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തന്നൂടെ. ഓക്കെ, ബൈ.